നമസ്കാരം. കഴുത്തിൽ ഒരുപാട് സ്പേസസ് ഉണ്ട്. അതായത് ഈ മസിലിൻ്റെ ഇടയ്ക്ക്, രണ്ട് മസിലിൻ്റെ ഇടയ്ക്ക് സ്പേസ് ഉണ്ടാവും. അങ്ങനെ ഒരുപാട് സ്പേസസ് ഉണ്ട്. ഇതിന് പൊട്ടൻഷ്യൽ സ്പേസ് എന്ന് പറയും. കാര്യം എന്ന് വെച്ചാൽ അവിടെ ആക്ച്വലി ഒരു സ്പേസ് ഇല്ല, പക്ഷേ എന്തെങ്കിലും ഇൻഫെക്ഷനോ മാംസളർച്ചയോ വരുവാണെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു സ്പേസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഇൻഫെക്ഷൻ അവിടെ നിൽക്കും. അതുകൊണ്ടാണ് ഈ സ്പേസ് എന്ന വേർഡ് യൂസ് ചെയ്യാതെ പൊട്ടൻഷ്യൽ സ്പേസ് എന്ന് പറയുന്നത്. അങ്ങനെ 3 പൊട്ടൻഷ്യൽ സ്പേസിൽ ഇൻഫെക്ഷൻ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ഈ ലുഡ്വിഗ്സ് അഞ്ചൈന എന്ന് പറയുന്നത്. അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ സബ്ലിംഗ്വൽ, സബ്മാക്സിലറി, സബ്മെന്റൽ. അപ്പോൾ ഈ സ്പേസ് എവിടേക്കാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഞാൻ മെയിൻ ടോപ്പിക്കിലോട്ട് കടക്കാം. അപ്പോൾ ഇത് ഒരു ENT എമർജൻസി ആയിട്ട് ഉള്ള ഒരു അസുഖമാണ്. പെട്ടെന്ന് ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ, ചികിത്സിച്ചില്ലെങ്കിൽ ശ്വാസം നിന്നുപോകും. ഞാൻ ബാക്കി പറയണ്ടല്ലോ. അതുകൊണ്ട് ഒരു എമർജൻസിയാണ്, എത്ര പെട്ടെന്ന് ട്രീറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ ഈ സ്പേസിനെ പറ്റി പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം. അപ്പോൾ ഈ പിക്ചർ കാണുവാണെങ്കിൽ ഇത് സാധാ ഒരു പിക്ചറാണ്. അപ്പോൾ ഇത് നാക്ക് സ്ഥലത്ത് ഒരു ഇൻഫെക്ഷൻ ഒന്നുമില്ല. ഇതൊരു മസിലാണ്, ഇതൊരു മസിലാണ്, ഇതൊരു മസിൽ. ഇതാണ് നോർമൽ. അപ്പോൾ ഈ മസിലിൻ്റെ ഇടയ്ക്ക് പൊട്ടൻഷ്യൽ സ്പേസ് ഉണ്ട്, അതിൽ ഇൻഫെക്ഷൻ വരുന്നു. അതായത് സബ്മാൻഡിബുലർ സ്പേസ് എന്ന് പറയുന്നത് രണ്ടായിട്ട് തിരിക്കാൻ പറ്റും. ഈ മസിൽ, മൈലോഹൈഡ് മസിൽ എന്ന് പറയുന്നതിൻ്റെ മേളിൽ സബ്ലിംഗ്വൽ സ്പേസ്, അതിൻ്റെ അർത്ഥം ടങ്കിൻ്റെ താഴെയായിട്ടും, പിന്നെ ഈ മസിൽ മൈലോഹൈഡിൻ്റെ താഴെയായിട്ടുള്ള സ്പേസ് സബ്മാക്സിലറി സ്പേസ് ആയിട്ട്. അപ്പോൾ ഈ രണ്ട് സ്പേസിലും ഇവിടെ കാണുന്ന സബ്മെന്റൽ സ്പേസിൽ വരുമ്പോഴാണ് നമ്മൾ ലുഡ്വിഗ്സ് അഞ്ചൈന എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതാണ് മാൻഡിബിൾ. ആ മാൻഡിബിളിൻ്റെ അവിടെ ആ പല്ല് കാണുന്നുണ്ടല്ലോ, ആ പല്ലിൻ്റെ ഈ ബാക്കിലുള്ള പല്ല്, മോളാർ മുതലുള്ള പല്ല്, അതിൻ്റെ റൂട്ടൊക്കെ ഈ മസിലിൻ്റെ താഴെ വരും. അവിടെ ഒരു ലൈനുണ്ട്, അതിൻ്റെ താഴെ വരും. അപ്പോൾ എന്ത് പറ്റും, ഈ സബ്മാക്സിലറി സ്പേസിൽ പെട്ടെന്ന് ഇൻഫെക്ഷൻ, ഇവിടുന്ന് പല്ലിന്ന് ഇൻഫെക്ഷൻ സബ്മാക്സിലറി സ്പേസിലോട്ട് വരാൻ ചാൻസ് ഉണ്ട്. അവിടെ നിന്ന് ഇത് മുകളിലോട്ട് കയറും, സബ്ലിംഗ്വൽ സ്പേസിലോട്ട് കയറും. അങ്ങനെ കയറിക്കഴിഞ്ഞാൽ ഈ സ്പേസ് അപ്പുറത്തെ സൈഡിൽ, ഞാൻ പറഞ്ഞ ഒരു സൈഡിലോട്ടാണ്, ഇടതോട്ടാണെങ്കിൽ ഇടതോട്ട്. പിന്നെ ഈ ഇൻഫെക്ഷൻ കഴുത്ത് വഴി തന്നെ വലുതോട്ട് സബ്മാക്സിലറി സ്പേസും ആ സൈഡിലെ സബ്ലിംഗ്വൽ സ്പേസിലോട്ടും പടർന്ന് കഴുത്തിലെ മേളിൽ ഭാഗം മൊത്തം ഇൻഫെക്ഷൻ ഉണ്ടാവും. അങ്ങനെ ഒരു പഴുപ്പല്ല, വെള്ളം കട്ടി നിൽക്കുന്ന പോലെ ഇൻഫെക്ഷൻ ഭയങ്കര ഫാസ്റ്റായിട്ട് സ്പ്രെഡ് ചെയ്യും. ഈ 3 സ്പേസിലും സ്പ്രെഡ് ചെയ്യും. അതിനാണ് ലുഡ്വിഗ് സ്പേസ് എന്ന് പറയുന്നത്, ലുഡ്വിഗ്സ് അഞ്ചൈന എന്ന് പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഇതിൻ്റെ ഏറ്റവും കോമൺ ആയിട്ടുള്ള കാരണം പല്ലിൻ്റെ ഇൻഫെക്ഷനാണ്. പിന്നെ ടോൺസിലൈറ്റിസ് ഉണ്ടെങ്കിലും വരാം. പിന്നെ ഈ തുപ്പലുണ്ടാക്കുന്ന ഗ്രന്ഥി, സബ്മാൻഡിബുലർ ഗ്ലാൻഡ് ഇൻഫെക്ഷൻ ഉണ്ടെങ്കിലും വരാം. പിന്നെ നാക്കിൻ്റെ താഴെ എന്തെങ്കിലും ഒരു ആക്സിഡൻ്റ് ഉണ്ടായി അതിലെ വഴി ഇൻഫെക്ഷൻ കയറാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇൻഫെക്ഷൻ എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ സ്ട്രെപ്റ്റോകോക്കസ്, പിന്നെ സ്റ്റെഫലോകോക്കസ്, പിന്നെ ക്ലെപ്സിയല്ല, പിന്നെ അനറോബ്സ് വരാനാണ് സാധ്യത. അപ്പോൾ പേഷ്യൻ്റെ കംപ്ലൈൻറ്റ് പനി വെച്ച് തുടങ്ങും, തൊണ്ടയിൽ, കഴുത്തിൽ ചെറിയൊരു വീക്കം തുടങ്ങും. അപ്പം അത് വീക്കം തുടങ്ങി കഴിഞ്ഞ ഉടനെ മിഴുങ്ങാൻ പറ്റത്തില്ല. പിന്നെ പതുക്കെ മിഴുങ്ങാൻ പറ്റാത്തതുകൊണ്ട് അതുകൊണ്ടുകൊണ്ട് വാ തുറന്നായിരിക്കും ശ്വാസം വിടുന്നത്. തുപ്പൽ വെളിയിലെ വരത്തുള്ളൂ, അകത്തോട്ട് എടുക്കാൻ പറ്റത്തില്ല, തടസ്സം ഉണ്ടാവും. പിന്നെ ഈ കഴുത്തിലുള്ള മേൾഭാഗത്തുള്ള കഴുത്തിലുള്ള വീക്കം കൂടി വരും, അത് വേദനയും കാണും. അങ്ങനെ തന്നെ വിട്ട് കഴിഞ്ഞാൽ അത് ശ്വാസമുട്ടലായിട്ട് മാറും. ഇങ്ങനെ ഇവിടെ ഒരു പേഷ്യൻ്റ് ഉണ്ട്, മൊത്തം വീങ്ങിയിട്ടുണ്ട്, വാ തുറന്നിട്ടുണ്ട്, വാ തുറക്കാൻ ബുദ്ധിമുട്ടുണ്ട്, നാക്ക് മുകളിലോട്ട് നോക്കി ആ ബാക്കിലോട്ട് പോയിക്കൊണ്ടിരിക്കുക, നാക്കിൻ്റെ താഴെ വീക്കമുണ്ട്. ഇത് വീഡിയോ ഞാൻ കാണിച്ചുതരാം. ഇതൊരു ഉടി ഫീലിംഗ് എന്ന് പറയും, മൊത്തമായി. ഇതൊരു എമർജൻസി കേസാണ്. വാ തുറന്ന് നാക്ക് മുകളിലോട്ടായി. അപ്പോൾ നമ്മൾ ഉടനെ ഒരു എൻഡോസ്കോപ്പി ചെയ്ത് എത്രത്തോളം തടസ്സം ഉണ്ടെന്ന് അറിയണം. എൻഡോസ്കോപ്പി ചെയ്ത് കഴിഞ്ഞ ഉടനെ നമ്മൾ അടുത്ത ഇൻവെസ്റ്റിഗേഷനും ട്രീറ്റ്മെൻറ്റും ഉടനെ എമർജൻസി ആയിട്ട് തുടങ്ങും. നമ്മൾ അഥവാ ഇതുപോലെ തന്നെ വിട്ട് കഴിഞ്ഞാൽ അത് എന്തു പറ്റും, അത് ശ്വാസം എടുക്കാൻ പറ്റത്തില്ല.
അപ്പോൾ എയർവേ ഒബ്സ്ട്രക്ഷൻ ആവും. പിന്നെ ആ ഇൻഫെക്ഷൻ അവിടുത്തെ സ്പേസിൽ മാത്രമല്ല വേറെ സ്പേസിലോട്ട് പടർന്ന് കഴുത്ത് മൊത്തമായിട്ട് ഇൻഫെക്ഷൻ പഴുപ്പായിട്ട് തന്നെ മാറിയിട്ട് വേറെ സ്പേസിൽ പഴുപ്പായിട്ട് മാറിയിട്ട് ചെസ്റ്റിലോട്ട് ഇറങ്ങാൻ ചാൻസസ് ഉണ്ട്. മീഡിയസ്റ്റൈനൈറ്റിസും ന്യൂമോണിയ ഒക്കെ ഉണ്ടാവും. ദേഹം മൊത്തം പടരാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുമ്പം CBC, ESR, സി റിയാക്റ്റീവ് പ്രോട്ടീൻ എടുക്കുമ്പം CBC, CRP, പ്രോ കാൽസിലേറ്റിൻ്റെ ലെവലിൽ കൂടുതലായിരിക്കും, ഭയങ്കര ഹൈ ആയിരിക്കും. എമർജൻസി ആയിട്ട് അൾട്രാസൗണ്ട് ചെയ്യാൻ നിൽക്കാതെ അപ്പം തന്നെ CT സ്കാൻ വിത്ത് കോൺട്രാസ്റ്റ് എടുക്കും. CT സ്കാൻ വിത്ത് കോൺട്രാസ്റ്റ് എത്ര പെട്ടെന്ന്. അപ്പം പല്ലിൻ്റെ റീസൺ ആണെങ്കിൽ അതേ സമയത്ത് നമുക്ക് ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് പല്ലിൻ്റെയും ആ പഴുപ്പ് എവിടുന്ന് സ്റ്റാർട്ട് ചെയ്തതെന്ന് അറിഞ്ഞ്, പഴുപ്പല്ല ആ ഇൻഫെക്ഷൻ എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അതും ട്രീറ്റ് ചെയ്യണം. അതുകൊണ്ട് CBCT, കോൺ ബീം CT സ്കാൻ ഡെന്റലും കൂടെ വേണം. ഒരു ചെസ്റ്റ് എക്സ്റേയും കൂടെ വേണം. അഥവാ CT സ്കാൻ നെക്കിൻ്റെ കൂടെ ചെസ്റ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ചെസ്റ്റ് എക്സ്റേ വേണ്ട. അഡ്മിഷൻ ICUലായിരിക്കും. ഓക്സിജൻ ഉടനെ തുടങ്ങുന്നതായിരിക്കും. പേഷ്യൻറ്റിന് ഒന്നും കഴിക്കാനോ കൊടുക്കാനോ തുടങ്ങത്തില്ല. കാര്യം എന്ന് വെച്ചാൽ ഉടനെ ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ട് ഓപ്പറേഷൻ ചെയ്യാനുള്ള കണ്ടീഷനാണ്. IV ആൻറ്റിബയോട്ടിക് തുടങ്ങും, കൂടെ സ്റ്റീറോയിഡ്സ് ഉണ്ടാവും, പിന്നെ IV ഫ്ലൂയിഡ്സ് ഉണ്ടാവും. ഇപ്പോൾ ഓപ്പറേഷൻ എന്ന് പറയുന്നത് ആ വീക്കം മൊത്തം നമ്മൾ നോർമലാക്കി എടുക്കണം. അപ്പോൾ തുറന്നു വിട്ടാലേ ആ വെള്ളം പോലെ കട്ടി നിൽക്കുന്നത് വെളി വരത്തുള്ളൂ. ഇല്ലെങ്കിൽ ബാക്കിലോട്ട് പോയി ആ ശ്വാസം നിന്നു പോകും. ഞാൻ കാണിച്ചു തരാം പിക്ചർ. അപ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിൽ പോകുന്നതിന് മുമ്പേ നമ്മൾ കൺസേൺഡിലെടുക്കും. അതായത് നമ്മൾ ഈ കംപ്ലീറ്റ് ആയിട്ട് ഓപ്പൺ ചെയ്ത് ഈ വെള്ളം പോലെ എടുക്കുന്ന മാത്രമല്ല, ചിലപ്പം ശ്വാസം കിട്ടാത്തതുകൊണ്ട് ശ്വാസം കിട്ടാൻ വേണ്ടി വെളിയിൽ നിന്നൊരു ഹോൾ ഇട്ട് ട്രക്യോസ്റ്റോമി അല്ലെങ്കിൽ ക്രൈക്കോ തൈറോയിഡോട്ടോമി എന്ന് പറയും, അത് ചെയ്യേണ്ടി വരുന്ന കൺസേൺ എടുക്കും. ഇതാണ് പേഷ്യൻ്റെ എക്സ്റേ. ഇതാ കാണുവാണെങ്കിൽ ഇപ്പം കാണിച്ച അതേ പേഷ്യൻ്റെ എക്സ്റേ ആണ്. ഇത് ഇത്രയും വീങ്ങിയിട്ടുണ്ട്. ഇത് കണ്ട ഈ സ്പേസ് എല്ലാം ഇൻഫെക്റ്റഡ് ആണ്. അപ്പോൾ ഇത് പേഷ്യൻ്റെ CBCT ആണ്, കോൺ ബീം CT സ്കാൻ. അപ്പോൾ ഇതിനകത്ത് ഓരോ പല്ലിൻ്റെ എല്ലാം അറിയാൻ പറ്റും. ഓരോ പല്ലിൻ്റെ ഡീറ്റെയിൽ അറിയാൻ പറ്റും. കണ്ട അത്രയും ഡീറ്റെയിൽ അറിയാൻ പറ്റും. അപ്പോൾ ഏത് പല്ലിന് ഇൻഫെക്ഷൻ വന്നിട്ടുണ്ട്, ഇത് പല്ലിൻ്റെ കാരണമാണെങ്കിൽ അതേ സമയത്ത് ENT മാത്രമല്ല മാക്സിലോഫേഷ്യൽ സർജൻ എടുത്തിട്ട് ആ പല്ല് ഏത് പല്ലാണോ ആ പല്ലിൻ്റെ അവിടെയും കൂടെ ക്ലീൻ ചെയ്യണം. ഇല്ലെങ്കിൽ അവിടെ നിന്ന് ഇൻഫെക്ഷൻ വന്നുകൊണ്ടിരിക്കാൻ ചാൻസ് ഉണ്ട്. അതും കൂടെ നമ്മൾ നോക്കും. ഇപ്പോൾ ഓപ്പറേഷൻ എന്ന് പറയുന്നത് ആ കംപ്ലീറ്റ് വീങ്ങിയുള്ളതുകൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഓപ്പൺ ചെയ്യും. ഇങ്ങനെ ഒരു സൈഡിൻ്റെ അവിടെ നിന്ന് 2 ഫിംഗർ ബ്രെഡ്ത്ത് താഴെ വെച്ച് കംപ്ലീറ്റ് ആയിട്ട് ഓപ്പൺ ചെയ്യും. ഓരോ മസിലായിട്ട് പോകും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ 2 സ്പേസ് ഇൻഫെക്ഷൻ ഉണ്ട്. അത് മേളിലോട്ട് പുഷ് ചെയ്ത് മേളിലോട്ട് ഇവിടെ കൊണ്ടുവരും. അതുകൊണ്ടാണ് അവർക്ക് മെഴുങ്ങാൻ പറ്റാത്തത്. ഇതെല്ലാം വീക്കം ബാക്കിലോട്ട്. അപ്പോൾ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ഈ സ്പേസിലോട്ട് കയറും, സബ് മാക്സി സ്പേസ്. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ സബ് മാൻഡിബുലർ സ്പേസ്. അത് രണ്ടും കംപ്ലീറ്റ് ആയിട്ട് ഓപ്പൺ ചെയ്യും. ഓപ്പൺ ചെയ്യുമ്പോൾ പഴുപ്പായിട്ടായിരിക്കത്തില്ല വരുന്നത്, വെള്ളം പോലെ എല്ലാം. അത് സ്റ്റിച്ച് ചെയ്യത്തില്ല, അത് തുറന്ന് തന്നെ ഇടും. ഒരു ബാൻഡേജ് മാത്രം വെളിയിൽ കാണത്തുള്ളൂ. എന്നിട്ട് നമ്മൾ ഡെയിലി ഡ്രസ്സിങ് ചെയ്യുന്നത്. അത് തന്നെത്താൻ അടയാനുള്ള സമയത്താണ്. അപ്പോൾ ഓപ്പറേഷൻ ഏകദേശം ഒരു അരമണിക്കൂർ അത്രേ എടുക്കത്തുള്ളൂ. ഇൻറ്റുബേഷന് താമസം ഉണ്ടെങ്കിൽ മാത്രം 1-1.5 മണിക്കൂർ എടുക്കാനുള്ള സാധ്യതയുണ്ട്. ഓപ്പറേഷൻ കഴിഞ്ഞ പോസ്റ്റ് ഓപ്പ് ICU കൊണ്ടുവന്ന നമ്മൾ IV ഫ്ലൂയിഡ്സ് പോയിക്കൊണ്ടിരിക്കും. 4 മണിക്കൂറത്തേക്ക് ഒന്നും കുടിക്കാനോ തരത്തില്ല. പിന്നെ ചിലപ്പോൾ ഒരു നേസോഗാസ്ട്രിക് ട്യൂബ് വെച്ച് ഫീഡിങ് തുടങ്ങാൻ വേണ്ടി ഒരു നേസോഗാസ്ട്രിക് ട്യൂബ് ഇടും. അപ്പോൾ IV ആൻറ്റിബയോട്ടിക് കാണും, വേദന കുറയാനുള്ള മരുന്ന് കാണും, IV ഫ്ലൂയിഡ്സ് കാണും, നല്ലപോലെ ഒരു ഡ്രസ്സിങ് ഉണ്ടാവും. 3 ദിവസം കഴിഞ്ഞോണ്ടേ ശ്വാസം മുട്ടലിലേക്ക് മാറിക്കഴിഞ്ഞ് ബ്ലഡ് റിപ്പോർട്ട് നോക്കുമ്പം CBC, സി റിയാക്റ്റീവ് പ്രോട്ടീൻ ഒക്കെ കുറവായിരിക്കും, പനി കുറവായിരിക്കും, വീക്കം കുറവായിരിക്കും, കഴുത്ത് നല്ലപോലെ അനക്കാം, വാ നല്ലപോലെ തുറക്കാം. ഇങ്ങനെ ആകുമ്പോൾ ഡിസ്ചാർജ് ചെയ്യും. ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് ഒരു കോഴ്സ് ആൻറ്റിബയോട്ടിക്കും പെയിൻ കുറയാനുള്ള മരുന്നും, വീട്ടിൽ ചെന്ന് കുത്തിയിരിക്കരുത്, എല്ലാം കാര്യങ്ങളും നടന്ന് ചെയ്യണം. കഴുത്ത് അനക്കിക്കൊണ്ടിരിക്കണം, ഇടത്തോട്ട് മുകളിലോട്ട് താഴോട്ട്. വെള്ളം കൂടുതൽ കുടിക്കണം. എരിവുള്ള സാധനങ്ങൾ, പിന്നെ ഒരുപാട് തണുപ്പുള്ള സാധനം വേണ്ട. പക്ഷേ വീട്ടിലെ എല്ലാ കാര്യം ചെയ്യണം, ഒരേ തരത്തിൽ കുത്തിയിരിക്കരുത്. ഇത്രയും അഡ്വൈസ് ചെയ്ത് വിടും. 5-ാം ദിവസം 7-ാം ദിവസം വരാൻ പറയും. ഈ ഉണങ്ങാൻ സമയമെടുക്കും. ചിലപ്പം 10 ദിവസം, ചിലപ്പോൾ 12 ദിവസം. അടുത്തുള്ള ഹോസ്പിറ്റലിലും ചെയ്യാം. പറ്റുമെങ്കിൽ നമ്മുടെ അടുത്ത് തന്നെ വന്ന്, ഓപ്പറേറ്റ് ചെയ്ത സർജറി തന്നെ വന്ന് ചെയ്യുന്നതായിരിക്കും നല്ലത്. അങ്ങനെയാണ് നമ്മൾ ലുഡ്വിഗ്സ് അഞ്ചൈന എന്ന് പറഞ്ഞൊരു കേസ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. നമസ്കാരം.